ഹരി ഓം. ദശകം 65, ശ്ലോകം 5. ഹാരം നിദംബഭുവി കാചന ധാരയന്തി കാഞ്ചീം ച കണ്ഠഭുവി ദേവസമാഗതാ ത്വാം ഹാരിത്വമാത്മജഘനസ്യ മുകുന്ദ തുഭ്യം വ്യക്തം ബഭാഷൈവ മുഗ്ധമുഖീ വിശേഷാത്. ഹാരം നിദംബ ഭുവി കാചന ധാരയന്തി. ഹാരം നിദംബ ഭുവി കാചന ധാരയന്തി കാഞ്ചീം ച കണ്ഠഭുവി. കണ്ഠ എന്ന് വായിക്കരുത്, കണ്ഠഭുവി ദേവ സമാഗതാ ത്വാം. കാഞ്ചീം ച കണ്ഠഭുവി ദേവ സമാഗതാ ത്വാം ഹാരിത്വം ആത്മജഘനസ്യ മുകുന്ദ തുഭ്യം. ഹാരിത്വമാത്മജഘനസ്യ മുകുന്ദ തുഭ്യം വ്യക്തം ബഭാഷ ഇവ മുഗ്ധമുഖീ വിശേഷാത്. വ്യക്തം ബഭാഷ ഇവ മുഗ്ധമുഖീ വിശേഷാത്. ഹാരം നിദംബ ഭുവി കാചന ധാരയന്തി കാഞ്ചീം ച കണ്ഠഭുവി ദേവ സമാഗതാ ത്വാം ഹാരിത്വമാത്മജഘനസ്യ മുകുന്ദ തുഭ്യം വ്യക്തം ബഭാഷ ഇവ മുഗ്ധമുഖീ വിശേഷാത്. ശ്ലോകം 5 അന്വയവും അർത്ഥവും. കാചന ഹാരം നിദംബ ഭുവി കാഞ്ചീം കണ്ഠഭുവി ച ധാരയന്തി സതീ ദേവ ത്വാം സമാഗതാ മുഗ്ധമുഖീ ആത്മജഘനസ്യ വിശേഷാത് ഹാരിത്വം മുകുന്ദ തുഭ്യം വ്യക്തം ബഭാഷേ ഇവ. കാചന ഒരുവൾ, ഒരു ഗോപതരുണി. ഹാരം ആ മുത്തുമാല, കഴുത്തിലിടേണ്ട മുത്തുമാല. നിദംബഭുവി നിദംബ പ്രദേശത്തും അരയുടെ ഭാഗത്തും. കണ്ഠഭുവി കാഞ്ചീം കണ്ഠഭുവി. കാഞ്ചീം എന്ന് പറഞ്ഞാൽ അരഞ്ഞാണം. അരഞ്ഞാണം കണ്ഠഭുവി കഴുത്തിലും. ധാരയന്തി അണിഞ്ഞുകൊണ്ട്. ദേവ അല്ലയോ ദേവ, ത്വാം സമാഗത അങ്ങയുടെ അടുത്തേക്ക് വന്നു. കാചന ഹാരം നിദംബ ഭുവി കാഞ്ചീം കണ്ഠഭുവി ച ധാരയന്തി സതീ ദേവ ത്വാം സമാഗത ഒരു ഗോപതരുണി മുത്തുമാല നിദംബ പ്രദേശത്തും അരഞ്ഞാണം കഴുത്തിലും അണിഞ്ഞുകൊണ്ട് അല്ലയോ ദേവ അങ്ങയുടെ അടുത്തേക്ക് വന്നു. മുഗ്ധമുഖി ആത്മജഘനസ്യ വിശേഷാത് ഹാരിത്വം. മുഗ്ധമുഖി ആ സുന്ദരി ആത്മജഘനസ്യ തൻ്റെ ആ ജഘനത്തിന്, തൻ്റെ ആ അരക്കെട്ടിന് വിശേഷാത് ഹാരിത്വം ആ വിശേഷിച്ചും ഹാരിത്വം സൗന്ദര്യമുണ്ട് എന്ന് മുകുന്ദ അല്ലയോ മുകുന്ദ തുഭ്യം വ്യക്തം ബഭാഷേവ അങ്ങയ്ക്കറിയുവാനായിട്ട് പച്ചയായി തന്നെ പറഞ്ഞുവോ എന്ന് തോന്നും എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്. ഭട്ടതിരിപ്പാടിൻ്റെ ഭാവനയാണത്. അപ്പോൾ ഈ ഭഗവാന്റെ അടുത്ത് എത്തുവാനായിട്ടുള്ള തിടുക്കത്തിൽ കഴുത്തിലണിയുവാനുള്ള ആഭരണം എടുത്ത് അരയിലും, അരയിലണിയുവാനുള്ളതെടുത്ത് കഴുത്തിലും അറിയാതെ മാറി അണിഞ്ഞുപോയി. അപ്പോൾ ഈ മുത്തുമാല അരക്കെട്ടിൽ അണിയുന്നത് അത്ര ഭംഗിയുള്ള കാര്യമല്ല. അപ്പോൾ എങ്കിലും ഭഗവാൻ അവരുടെ ആ ബാഹ്യഭൂഷണങ്ങളുടെ ഭംഗിയല്ല, പ്രേമസ്വരൂപമായ ഭക്തിയെയാണ് നോക്കുന്നത്. അപ്പം അതുകൊണ്ട് ആ പ്രേമാന്ധയായിട്ടുള്ള അവളുടെ അരക്കെട്ടിന് ഹാരിത്യം, ആ മുത്തുമാല അണിയൽ കൊണ്ട് സൗന്ദര്യം ആ ഭഗവാന്റെ ദൃഷ്ടിയിൽ ആ മനോഹാരിതത്വം വർദ്ധിച്ചിട്ടേ ഉള്ളൂ എന്ന്, അല്ലെങ്കിൽ ആ മനോഹാരിതത്വം കൂടുതൽ ഉണ്ട് എന്ന് ആ പച്ചയായിട്ട് തന്നെ പറഞ്ഞുവോ എന്ന് തോന്നും എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്. ഹാരം നിദംബ ഭുവി കാചന ധാരയന്തി കാഞ്ചീം ച കണ്ഠഭുവി ദേവ സമാഗതാ ത്വാം ഹാരിത്വമാത്മജഘനസ്യ മുകുന്ദ തുഭ്യം വ്യക്തം ബഭാഷൈവ മുഗ്ധമുഖീ വിശേഷാത്.